ടു മല്ലുസ്കോട്ട് ഫാമിലി. ഞങ്ങളുടെ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഈ വീഡിയോകളിൽ ഉടനീളം കാണാൻ പറ്റും ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഫ്ലവേഴ്സ് കൗൺസിൽ നട്ടുപിടിപ്പിച്ചേക്കുന്നത്. ഇതിനോട് അറ്റാച്ച് ചെയ്ത ഒരു വലിയ ക്യാമ്പസ് തന്നെയാണ് ഉള്ളത്. ഇന്ന് ഞങ്ങൾ താമസിക്കുന്ന ഡംഫ്രീസ് ടൗണിനെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഓരോ കാഴ്ചകൾ കാണാൻ നിങ്ങൾ എല്ലാവരും പോരെ എൻ്റെ കൂടെ. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റിവർ നിത്ത് ആണ്. ഡംഫ്രീസ് എന്ന് പറയുന്ന ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് തന്നെ റിവർ നിത്തിന്റെ രണ്ട് സൈഡിലുമായിട്ടാണ്. ഇപ്പൊ സമ്മർ സീസൺ ആയതുകൊണ്ട് അത്ര വെള്ളമില്ല, എങ്കിലും നമുക്ക് കുറെയൊക്കെ ഡക്സിനെയും അതുപോലെ തന്നെ പല ടൈപ്പ് ബേർഡ്സ് ഒക്കെ ഇതിലെ പറന്ന് നടക്കുന്ന കാണാം. പിന്നെ ചില സമയത്ത് ഇവിടെ ഫിഷിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. കുറച്ച് ആളുകൾ ഇതിനകത്ത് ഇറങ്ങി ഫിഷിംഗ് ചെയ്യുന്നത് കാണാറുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡ് ഉള്ളത്. ഇവിടുത്തെ ഈ ബസ് സ്റ്റാൻഡിന്റെ പേര് പറയുന്നത്, ബസ് സ്റ്റോപ്പിന്റെ പേര് പറയുന്നത് വൈറ്റ് സാൻഡ് എന്നാണ്. വൈറ്റ് സാൻഡ് 1, 2, 3, 4, 5 അങ്ങനെ 5 സ്റ്റാൻഡുകളാണ് ഇവിടെ ഉള്ളത്. വൈറ്റ് സാൻഡ് അതിൽ ഓരോ സ്ഥലത്തേക്കും, ഈവൻ ഗ്ലാസ്ഗോയ്ക്ക്, എഡിൻബർഗ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഇവിടുന്ന് ഡയറക്റ്റ് ബസ് സർവീസും ഉണ്ട്, ട്രെയിൻ സർവീസും ഉണ്ട്. ഓരോ നിശ്ചിത എവറി 30 മിനിറ്റ്സ് അല്ലെങ്കിൽ എവറി 1 അവർ ഇതിലെ ബസ് സർവീസ് ഉണ്ട്. പിന്നെ ഇവിടുന്ന് 30 to 45 മിനിറ്റ്സേ ഉള്ളൂ സാൻഡി ഹിൽസ് ബീച്ചിലേക്ക്. അവിടേക്ക് ഇവിടുന്ന് ബസ് സർവീസ് ഉണ്ട്. ഡംഫ്രീസ് എന്ന നഗരത്തിന്റെ ഹൃദയഭാഗത്തൂടെ ഒഴുകുന്ന ഒരു നദിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റോഡിന്റെ ഒരു സൈഡിലാണ് ഈ ഒരു നദി വരുന്നത്. ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡായിട്ട് അങ്ങേ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതെല്ലാം ഒരു റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ്. അതേപോലെ തന്നെ ഈ ഒരു മെയിൻ ടൗണിന്റെ ലെഫ്റ്റ് സൈഡായിട്ട് എല്ലാ ഷോപ്പിംഗ് കോംപ്ലക്സുകളും ഒത്തിരി ഷോപ്സുകളും റെസ്റ്റോറൻറ്റുകളും പബ്ബുകളും എല്ലാം ഈ സൈഡിലായിട്ടും നമുക്ക് കാണാൻ പറ്റും. അപ്രോക്സിമേറ്റ്ലി 113 കിലോമീറ്റർ ലെങ്ത് ആണ് ഈ ഒരു റിവർ നിത്തിനുള്ളത്. ഇത് ഇവിടുത്തെ ഒരു മെയിൻ ബസ് സ്റ്റേഷനാണ്. പ്ലസ് ഒരു ഷോപ്പിംഗ് സെന്ററും കൂടെ അറ്റാച്ച്ഡ് ആണ്. ഇത് ലോബേൺ ഷോപ്പിംഗ് സെന്റർ എന്നാണ്. എൻ്റെ ഈ ബാക്ക് സൈഡിൽ കാണപ്പെടുന്ന ബിൽഡിംഗ് ആണ് അത്, ലോബേൺ ഷോപ്പിംഗ് സെന്റർ. അതിനകത്ത് കുറേ ബ്യൂട്ടി പാർലറുകൾ, പിന്നെ M&Sന്റെ ഒരു ഫുഡിന്റെയും ഡ്രസ്സസിന്റെയും ഒക്കെയുള്ള ഒരു ഷോറൂം ഉണ്ട്. പൗണ്ട് സ്ട്രക്ചർ ഉണ്ട്, 1 പൗണ്ട് കടകളുണ്ട്, ബ്രിട്ടീഷ് ആർട്ട് ഫൗണ്ടേഷൻ, അല്ലാതെ കൊച്ചു കൊച്ചു മൊബൈൽ ഷോപ്പുകൾ. ഈ റോഡ് നേരെ താഴേക്ക് ചെല്ലുന്ന വൈറ്റ് സാൻഡിലേക്കാണ്, റിവർ നെത്തിന്റെ ഒരു സൈഡിലേക്കാണ്. സൂപ്പർ പൂവുണ്ട്, നല്ല ശീലുണ്ട്, നല്ല ശീക്കളുണ്ട്.
ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഡംഫ്രീസ് ടൗൺ സെൻറ്ററിനകത്താണ്. നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും ഒത്തിരി പഴക്കം ചെന്നിട്ടുള്ള കുറച്ച് ബിൽഡിങ്ങുകളും ഷോപ്സുകളും എല്ലാമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 8 മണിയായി, വൈകുന്നേരം 8 മണിയായി. ഒരു 5:30-6 മണിയോടുകൂടി ഇവിടുത്തെ ഷോപ്സുകളെല്ലാം ക്ലോസ് ചെയ്യും. അതേപോലെ നമുക്ക് എല്ലാ ആൾക്കാരും തന്നെ അവരവരുടെ വീടുകളിലേക്ക് പോകും. മെയിനായിട്ടുള്ള ഗ്രോസറി ഷോപ്സുകളായ മോറിസൺ, ലിഡിൽ, അൽദി അങ്ങനെയുള്ള ഷോപ്സുകൾ മാത്രമേ ഒരു 9:30 ഒക്കെ വരെ ഓപ്പൺ ആയിരിക്കത്തുള്ളൂ. അതേപോലെ ഈ സമയത്ത് ഇവിടെ വളരെ കുറച്ച് ആൾക്കാരെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. അതായത് വളരെ ആൾക്കാരില്ല എന്ന് തന്നെ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 5:30-6 മണിയാകുമ്പോൾ തന്നെ ഷോപ്സ് എല്ലാം ക്ലോസ് ആയി കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു സമയങ്ങളിൽ ആൾക്കാർ ഇവിടെ കാണില്ല. ഞങ്ങളും അതേപോലെ മാക്സിമം ആൾക്കാർ ഇല്ലാത്ത സമയം നോക്കിയിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്നത്. ഇത് ഡംഫ്രീസ് ടൗൺ സെന്ററിന്റെ ഒരു ഹൃദയഭാഗം എന്ന് പറയപ്പെടാവുന്ന ഒരു സ്ഥലമാണ്. ഇവിടുന്ന് 4 സൈഡിലേക്കും വഴികളുണ്ട്. ഒരു സൈഡിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ വൈറ്റ് സാൻഡിലേക്ക് ചെല്ലാം. എൻ്റെ ഈ റൈറ്റ് സൈഡിൽ നിന്ന്, ലെഫ്റ്റ് സൈഡിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ലോബൺ ഷോപ്പിംഗ് സെന്ററിലേക്കും ആ ഭാഗത്തൂടെ വൈറ്റ് സാൻഡിലേക്കും പോകാം. എൻ്റെ ഈ ബാക്കിലൂടെ കാണുന്ന വഴി കൂടെ പോയിട്ടുണ്ടെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ എത്തപ്പെടും. ഈ ടൗൺ സെന്ററിൻ്റെ ഇവിടെ മെയിനായിട്ട് സാറ്റർഡേ മാർക്കറ്റ്സ് വരാറുണ്ട്. ഫ്രൂട്ട്സിൻ്റെയൊക്കെ, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ക്ലോത്ത്സ്, അങ്ങനെ സാറ്റർഡേ മാർക്കറ്റ് വരാറുണ്ട്. പിന്നെ ഒത്തിരി ഷോപ്പുകൾ ഇവിടെ ഈ ലൊക്കാലിറ്റിയിലുണ്ട്. എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഫ്ലവേഴ്സ് നിങ്ങൾ നോട്ടീസ് ചെയ്ത് കാണും. ഇത് കൗൺസിൽ നട്ട് വളർത്തുന്ന ചെടികളാണ്. ഓരോ ക്ലൈമറ്റ് വ്യതിയാനത്തിൻ്റെ സമയത്ത് ഇവർ ഇത് റീപ്ലാന്റ് ചെയ്യും. ഇതൊരു 1 മന്ത് ബിഫോർ അവർ റീപ്ലാന്റ് ചെയ്തതാണ്. ഇപ്പോൾ നിറച്ച് ഫുൾ ഫ്ലവേഴ്സ് ആയിട്ട് നിൽക്കുകയാണ്. റെഡ്, പിങ്ക്, ഡാർക്ക് റെഡ് കളറിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോകളിൽ ഉടനീളം കാണാൻ പറ്റും ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഫ്ലവേഴ്സ് ഈ കൗൺസിൽ നട്ടുപിടിപ്പിച്ചേക്കുന്നത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഡംഫ്രീസിലെ ഗ്രേഫിയേഴ്സ് ചർച്ചിന്റെ ഫ്രണ്ടിലാണ്. ഇത് ഒത്തിരി പഴക്കമുള്ള ബിൽഡിംഗ് ആണ്. 13th സെഞ്ചുറിയിൽ ഏകദേശം പണിത ബിൽഡിംഗ് ആണെന്നാണ് പറയുന്നത്. ഇതിന്റെ ആദ്യത്തെ സ്ട്രക്ചർ അവിടെ പിന്നീടുണ്ടായ യുദ്ധത്തില് റോബർട്ട് ദ ബ്രൂയിസും അനുയായികളും ജോൺ ദ റെഡ് കോമിനെ കൊലപ്പെടുത്തിയ ഇതിന്റെ ചാപ്പലിലെ ആൾത്താരയിൽ വെച്ചാണെന്നാണ് ചരിത്രം പറയുന്നത്. പിന്നീട് ഉണ്ടായ ആ യുദ്ധത്തിൽ ഈ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ട് തകർക്കപ്പെടുകയും പിന്നീട് 18th സെഞ്ചുറി 1866 മുതൽ 1868 വരെയുള്ള കാലഘട്ടത്തിലാണ് വിക്ടോറിയൻ ഗോതിക് സ്റ്റൈലിൽ ആർക്കിടെക്ചർ ജോൺ സ്റ്റാഫോർത്ത് എന്ന് പറയുന്ന ആള് ഇപ്പം ഈ കാണുന്ന ബിൽഡിങ് രൂപകൽപ്പന ചെയ്തത്. അപ്പം അത്രയും പഴക്കമുള്ള ഒരു പള്ളിയാണിത്. പ്രാദേശിക മണൽക്കല്ലുകൾ വെച്ചാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ധാരാളം കൊത്തുപണികൾ ഇതിൽ ചെയ്തിട്ടുണ്ട്.
ഇത് ഇവിടുത്തെ ഒരു ഫയർ സ്റ്റേഷനാണ്. ഞാൻ ജോലി ചെയ്യുന്ന റോയൽ ഇൻഫർമറി ഹോസ്പിറ്റൽ ഡംഫ്രീസ് ആണിത്. ഇവിടുത്തെ മെയിൻ ഹോസ്പിറ്റലാണ് ഈ റോയൽ ഇൻഫർമറി ഡംഫ്രീസ്. ഇവിടെ മെഡിക്കല്, ജനറൽ സർജറി, ഓർത്തോപീഡിക്, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, നിയോനാറ്റോളജി ആൻഡ് OBG ഗൈനക്ക് എല്ലാ വിഭാഗങ്ങളും ഉണ്ട്. പക്ഷെ എല്ലാ അഡ്വാൻസ്ഡ് പ്രൊസീജിയേഴ്സിനും പേഷ്യൻസിനെ ഇവിടെ നിന്ന് എഡിൻബറ അല്ലെങ്കിൽ ഗ്ലാസ്ഗോയിലേക്ക് റെഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ കാണുന്ന വിശാലമായ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റ് ഓഫ് സ്കോട്ട്ലൻഡിന്റെ ഡംഫ്രീസ് ക്യാമ്പസ് ആണ്. മെഡിക്കൽ പ്രൊഫഷണൽസിനും നോൺ മെഡിക്കൽ പ്രൊഫഷണൽസിനും ആയിട്ടുള്ള എല്ലാവിധ കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്യാമ്പസ് ആണിത്. ഇവിടെ നിന്ന് ഒത്തിരി കുട്ടികൾ നഴ്സിംഗും അല്ലാതെ ഉള്ള ഫിസിയോതെറാപ്പി, റേഡിയോളജി, സോഷ്യൽ വർക്കർ ഇങ്ങനെയുള്ള കോഴ്സുകളെല്ലാം പഠിച്ചിറങ്ങുന്നുണ്ട്. ഇതിനോട് അറ്റാച്ച് ചെയ്ത ഒരു വലിയ ക്യാമ്പസ് തന്നെയാണ് ഉള്ളത്. തൊട്ടപ്പുറത്ത് തന്നെ കൊമേഴ്ഷ്യൽ ആൻഡ് ഫിനാൻസിങ്, മാർക്കറ്റിംഗ് അങ്ങനെ ഡിപ്പാർട്ട്മെന്റ്സിന്റെ കോളേജും ഉണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഗാർഡൻ ഇതോടുകൂടി നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. ഒരു ചെറിയ സ്റ്റേഷനാണിത്. സ്കോട്ട്റെയിൽ എന്നാണ് ഇവിടുത്തെ നാഷണൽ ട്രെയിൻ ഓപ്പറേറ്റിംഗ് കമ്പനിയായി അറിയപ്പെടുന്നത്. ഡംഫ്രീസ് ഷെയർ എന്ന കൗണ്ടിയുടെ അണ്ടറിലാണ് ഡംഫ്രീസ് കാറ്റഗറി ചെയ്തിരിക്കുന്നത്. ഡംഫ്രീസിൽ നിന്നും സ്കോട്ട്ലൻഡിന്റെ തലസ്ഥാനമായ എഡിൻബർഗിലേക്ക് 63 മൈൽസ് അപ്രോക്സിമേറ്റ്ലി 101 കിലോമീറ്റർ ദൂരമുണ്ട്. അതേപോലെ തന്നെ ലണ്ടനിലേക്കാണെങ്കിലും 285 മൈൽ ഓൾമോസ്റ്റ് 459 കിലോമീറ്റർ ഡംഫ്രീസിൽ നിന്നും ലണ്ടനിലേക്കുണ്ട്. ഡംഫ്രീസ് എന്ന ഈ ഒരു ടൗണിൽ ഗ്രോസറി ഷോപ്സുകൾ ഒത്തിരി ഉണ്ട്. എന്നാൽ പോലും അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള മോറിസൺ, ടെസ്കോ, അൽദി, ലിഡിൽ എന്നീ 4 ഷോപ്പുകളിലാണ് പ്രധാനമായും ആളുകൾ കൂടുതലായി ഷോപ്പിംഗ് നടത്താറുള്ളത്. ഡംഫ്രീസിന്റെ മറ്റൊരു ആകർഷണമാണ് ഡോഗ് പാർക്ക് എന്ന് പറയുന്നത്. റിവർനെത്തിന്റെ സൈഡിൽ സ്ഥിതി ചെയ്യുന്ന പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ ഒരു സ്ഥലം, അവർക്ക് ഒരു ഡേ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പിള്ളേർക്ക് കളിക്കാനായിട്ട് സെപ്പറേറ്റ് പ്ലേയിങ് ഏരിയ ഉണ്ട്. വലിയ ആളുകൾക്ക് ബൗളിംഗ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ഏരിയ ഉണ്ട്. പിന്നെ ഈ ഡോഗ് പാർക്കിന്റെ ഒരു പ്രധാന ആകർഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിറച്ചും മരങ്ങളുണ്ട്. വലിയ മരങ്ങളാണ്. നമ്മൾ 2 പേരുടെ കൈ വെച്ച് പിടിക്കാൻ നോക്കിയാൽ പോലും അത്രയും വിട്ടില് വലിപ്പമുള്ള മരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒത്തിരി പഴക്കമുള്ള മരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ മരങ്ങളുടെ എല്ലാം പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരും അവരുടെ വേണ്ടപ്പെട്ടവരുടെ മരണ ദിവസമോ അല്ലെങ്കിൽ മരിച്ചപ്പോഴൊക്കെ ഓർമ്മയ്ക്കായിട്ട് കൊണ്ട് നട്ടതും അതിൻ്റെ എപ്പോഴാണത് നട്ടതെന്നുള്ള ഒരു ചെറിയൊരു കുറിപ്പ് ആ മരത്തിനോട് ചേർന്ന് നമുക്ക് ചിലപ്പോൾ കാണാൻ സാധിക്കും. ഡംഫ്രീസിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ല. ഒത്തിരിയേറെ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട്. പക്ഷെ അത് ഒരൊറ്റ വീഡിയോയിൽ തീരത്തില്ല. അപ്പോൾ ഇനിയും ഡംഫ്രീസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസുകളെ പറ്റിയും ഇവിടുത്തെ ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളെയൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പം ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മല്ലു സ്കോട്ട് ഫാമിലി ചാനൽ. അതോ ഇപ്പോഴോ ഞാൻ എന്താ പറയണ്ടേ? ഞാൻ പറയുന്നൊരു കാര്യം ചെയ്താൽ മതി. നീ എന്നാന്നറിയോ, ഒന്നും മിണ്ടാതെ നിൽക്കാവോ? ഒരു 2 മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാനൊന്ന് പറഞ്ഞോട്ടെ 2 മിനിറ്റ്. എന്നാ പറ. Ready, 1, 2, 3.